കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു മഹാദൈവത്തെക്കുറിച്ച് ആമേൻ നിങ്ങളോട് പങ്കിടുവാൻ ദൈവാത്മാവ് ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ഭക്തൻ ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഗിലെയാദ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വന്നൊരു രാത്രി ഉറങ്ങിക്കിടക്കുന്നത് കാണുവാൻ സാധിക്കും. ആമേ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന യാക്കോബിനെ തകർപ്പാൻ തക്കവണ്ണം മറുസൈഡ് ഗിലെയാദ് പർവ്വതത്തിന്റെ മറുസൈഡിൽ ആമേ ലാബാൻ എന്ന് പറയുന്ന വ്യക്തി ആളും ബലവുമായിട്ട് യാക്കോബിനെ തകർക്കാൻ വരികയാണ്. യാക്കോബ് ഉറങ്ങിക്കിടക്കിയ രാത്രിയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്രയോ ദൈവിക വിടുതലുകൾ, ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ തമ്മി കാണുമ്പോൾ സാക്ഷ്യം പറയുന്നത്. ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി, ബ്രദറെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിടുവിച്ച് സന്തോഷത്തോടെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, യാക്കോബ് ആ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ യാക്കോബിനെ തകർപ്പാൻ ലാബാൻ ആളും ബലവുമായി പുറപ്പെട്ടു വരികയാണ്. പക്ഷെ ലാബാൻ അറിയില്ല യാക്കോബെ ഉറങ്ങിയിട്ടുള്ളൂ. യാക്കോബിന്റെ ദൈവം വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഒരു യേശു നിങ്ങൾക്കുണ്ട്. ആ കർത്താവ് നിങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ന് കാണുന്ന സകല പ്രതികൂലങ്ങളും അത്ഭുതങ്ങൾക്ക് വഴിമാറും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഉറങ്ങി മയങ്ങി കിടക്കുമ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ സംരക്ഷിക്കുന്ന ഇസ്രായേലിന്റെ ഒരു പരിപാലകൻ, ദൈവജനത്തിന്റെ പരിപാലകൻ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെ ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും കുറുപ്രാവിന്റെ രക്തം കൊണ്ടല്ല വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അവന്റെ ചങ്ക് തകർത്ത് അവസാന രക്തം വരെയും നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ് അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കും. ആകെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.